ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ രുക്മിണി സ്വയംവരവും അതിനുശേഷം രുക്മിണി ദേവി ഗർഭവതി ആയ കഥയും പിന്നീട് രുക്മിണി ദേവി പ്രസവിച്ച ആ പുത്രനെ ശംബരൻ എന്ന അസുരൻ തട്ടിക്കൊണ്ടുപോയ ആ കഥയുമൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞു. കേൾക്കാത്ത എല്ലാവരും ആ ഭാഗം കേൾക്കണം. വളരെ വളരെ വിശേഷപ്പെട്ട ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ജാംബവതി പരിണയം. ഭഗവാൻ ജാംബവതിയെ വിവാഹം കഴിക്കുന്നു. ജാംബവതിയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പായി നടന്ന കാര്യങ്ങളുമെല്ലാം തന്നെ വളരെ വിശദമായി നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമയോടുകൂടി ഇത് കേൾക്കണം. കാരണം അല്പം വലിയ ഒരു കഥയാണ്. സാത്യകി ആരാണ്? ഒരു യാദവ യോദ്ധാവാണ്. ഈ സാത്യകിയുടെ പിതാവാണ് ശിനി. ശിനിയുടെ അഗ്രജനാണ് മിത്രൻ. മിത്രൻ്റെ പുത്രനായ നിഗ്നൻ, നിഗ്നൻ്റെ മകനായി സത്രാജിത്ത് എന്ന ഒരു പ്രഗത്ഭ യാദവ പ്രമാണി ഉണ്ടായിരുന്നു. ഇപ്പം സത്രാജിത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സത്രാജിത്ത് യാദവനായിരുന്നു. സത്രാജിത്തിൻ്റെ അച്ഛൻ നിഗ്നൻ. മിത്രൻ്റെ പുത്രനായ നിഗ്നൻ ആണ് സത്രാജിത്തിൻ്റെ അച്ഛൻ. യാദവരിൽ വൃഷ്ണി വംശജനായിരുന്നു ആര്? സത്രാജിത്ത്. അമിതമായ ധനം ലഭിക്കുന്നതിന് വേണ്ടി ഈ സത്രാജിത്ത് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ സൂര്യഭഗവാൻ സത്രാജിത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത്ഭുത ജ്യോതിസോടുകൂടിയ സ്യമന്തകം എന്ന മണി സത്രാജിത്തിന് ദാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈ സൂര്യഭഗവാൻ സത്രാജിത്തിനോട് എന്താണ് പറഞ്ഞത്? ഭക്തിപൂർവം ഈ സ്യമന്തകമണിയെ പൂജിച്ചാൽ ദിവസവും 8 ഭാരം സ്വർണം ഈ സ്യമന്തകമണി പ്രദാനം ചെയ്യും. ഇതാണ് ഈ സ്യമന്തകമണിയുടെ പ്രത്യേകത. ഇങ്ങനെ ഈ മണിയുടെ മഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട് സൂര്യഭഗവാൻ അപ്രത്യക്ഷനായി. ഇങ്ങനെയൊരു മണി സത്രാജിത്തിന് കിട്ടിയെന്നും ദിവസവും 8 ഭാരം കനകം ഈ മണി സത്രാജിത്തിന് കൊടുക്കുന്നുണ്ട് എന്നും 0 പറഞ്ഞ് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്രാജിത്തിനെ വിളിച്ചു വരുത്തുന്നു. ഈ സംസാരം ഭഗവാന്റെ ചെവികളിലും എത്തി. അതനുസരിച്ചിട്ടാണ് സത്രാജിത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഭഗവാൻ സത്രാജിത്തിനോട് അവിടത്തേക്ക് ഇങ്ങനെയൊരു മണി ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങ് സൂര്യഭഗവാനെ തപസ് ചെയ്ത് അതിൻ്റെ ഫലമായി ലഭിച്ച മണിയാണ് എന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മഹാത്മ്യമൊക്കെ എല്ലാവരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അങ്ങനെയുള്ള ഈ ദിവ്യമണി അങ്ങ് രാജ്യത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് തരാമോ എന്ന് ചോദിക്കുകയാണ്. കാരണം അങ്ങനെയൊരു മണി രാജ്യത്തിൻ്റെ ഭണ്ഡാരത്തിലിരുന്നാൽ അത് ആ മണിയിൽ നിന്നും ലഭിക്കുന്ന ധനം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ കരുതിയിട്ടാണ് ഭഗവാൻ സത്രാജിത്തിനോട് ഈ മണി രാജ്യഭണ്ഡാരത്തിലേക്ക് നൽകാമോ എന്ന് ചോദിച്ചത്. പക്ഷേ സത്രാജിത്ത് ഇതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. ഈ മണി രാജ്യത്തിന് നൽകാമെങ്കിൽ പ്രതിഫലമായി എത്ര ധനം വേണമെങ്കിലും നൽകാം എന്നുകൂടി കൃഷ്ണൻ സത്രാജിത്തിനോട് പറയുകയും ചെയ്തു. മണി രാജ്യത്തിന് നൽകാൻ തനിക്കൊട്ടും താല്പര്യമില്ല എന്ന മട്ടിലാണ് സത്രാജിത്ത് അവിടെ നിന്നും പോയത്. ഭഗവാൻ അത് മനസ്സിലായി. പക്ഷേ
ഭഗവാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചോദിച്ചു, അയാൾ തന്നില്ല. അതങ്ങനെ അങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ സത്രാജിത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ജ്യേഷ്ഠ, ഞാൻ നായാട്ടിന് പോവുകയാണ്. നായാട്ടിന് പോകുന്ന സമയത്ത് ഈ മണി തനിക്ക് നൽകാമോ എന്ന് പ്രസേനൻ സത്രാജിത്തിനോട് ചോദിക്കുന്നു. അനുജനാണ് ചോദിച്ചത്. സത്രാജിത്ത് കൊടുത്തു. അങ്ങനെ ഈ മണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് ഒരു കുതിരപ്പുറത്ത് കയറി ഈ പ്രസേനൻ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ മണിക്ക് നല്ല പ്രകാശമാണ്. അങ്ങനെ ഈ മണിയുടെ പ്രകാശം കണ്ടിട്ട് ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് പ്രസേനൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഈ സിംഹം ഈ പ്രസേനനെ ആക്രമിച്ചു. എന്നിട്ട് പ്രസേനനെയും ഈ കുതിരയെയും ഈ സിംഹം അടിച്ചു കൊന്നു. എന്നിട്ട് ഈ മണിയും കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. ആ കാട്ടിലുള്ള ഒരു ഗുഹയിലായിരുന്നു ജാംബവാൻ എന്ന വാനരശ്രേഷ്ഠൻ ജീവിച്ചിരുന്നത്. പട്ടാഭിഷേകത്തിനു ശേഷം, അതായത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിനു ശേഷം രാമചന്ദ്രനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം ഒരു ഗന്ധർവ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആ ഗന്ധർവ സ്ത്രീയിൽ ഉണ്ടായ 2 കുട്ടികളോടും കൂടി ജാംബവാൻ ആ കാട്ടിലെ ആ ഗുഹയിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഗന്ധർവ യുവതി, ഗന്ധർവ സ്ത്രീ ജാംബവാനെ വിട്ടിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ജാംബവാൻ അവിടെ കഴിയുകയാണ്. ആ സമയത്താണ് ഈ സിംഹം ഈ മണിയും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടുന്നത് ജാംബവാൻ കാണുന്നത്. എന്തോ ഒരു തിളങ്ങുന്ന ഒരു സാധനം അത് ഈ സിംഹം കടിച്ചുകൊണ്ട് പോകുന്നു എന്ന് കണ്ടിട്ട് ജാംബവാൻ ഈ സിംഹത്തിനെ ഒരൊറ്റടി കൊടുത്തു. ജാംബവാൻ്റെ ഒറ്റയടിക്ക് സിംഹം ചത്തുപോയി. എന്നിട്ട് ആ രത്നവും എടുത്തുകൊണ്ട് തൻ്റെ ഗുഹയിലേക്ക് വന്ന് തൻ്റെ ഇളയ മകനായ സുകുമാരൻ, ജാംബവാൻ്റെ ഇളയ മകൻ്റെ പേര് സുകുമാരന് അത് കളിക്കുവാനായിട്ട് കൊടുത്തു. പ്രസേനൻ തിരിച്ച് നാട്ടിലേക്ക് വന്നില്ല. മണിയും കൊണ്ടാണ് പോയിരിക്കുന്നത്. സത്രാജിത്തിന് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ സത്രാജിത്തും കുറച്ച് സേവകരുമൊക്കെയായിട്ട് ഈ പ്രസേനനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. അവരവിടെ കണ്ടത് പ്രസേനൻ മരിച്ചു കിടക്കുന്നു. അവൻ്റെ കഴുത്തിൽ മണിയില്ല. അപ്പോഴാണ് സത്രാജിത്തിനൊരു സംശയം തോന്നുന്നത്. എന്താണ് ആ സംശയം? കൃഷ്ണൻ തന്നോട് മണി ചോദിച്ചു, താൻ കൊടുത്തില്ല. അപ്പോൾ കൃഷ്ണനായിരിക്കാം പ്രസേനനെ കൊന്നിട്ട് ഈ മണിയും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവർക്കും തോന്നും. അങ്ങനെ സത്രാജിത്തിനും തോന്നി. തിരിച്ചു വന്നിട്ട് എല്ലാവരോടും ഈ കാര്യം അങ്ങ് പറയുകയും ചെയ്തു. അതായത് പ്രസേനൻ മണിയുമായി നായാട്ടിന് പോയി, പക്ഷേ തിരിച്ചു വന്നില്ല. അന്വേഷിച്ചു ചെന്നപ്പോൾ പ്രസേനൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കഴുത്തിൽ മണിയുമില്ല. കൃഷ്ണൻ ചോദിച്ചിരുന്നു, കൊടുത്തില്ല. അതുകൊണ്ട് കൃഷ്ണനായിരിക്കും ഈ പണി ചെയ്തത്. വേറെ ആരും ചെയ്യാൻ യാതൊരു വഴിയും ഇല്ല. ഇങ്ങനെ എല്ലാവരോടും സത്രാജിത്ത് പറഞ്ഞു. എല്ലാവരും അതെന്ത് ചെയ്തു? ഏറ്റേറ്റ് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനൊരു കള്ളനായി മാറി. ഈ കാര്യം ആരും അറിഞ്ഞു? കൃഷ്ണനും അറിഞ്ഞു. അപ്പോൾ കൃഷ്ണന് മനസ്സിലാകുന്നുണ്ട് താനല്ല ഇതൊന്നും ചെയ്തത്. പക്ഷേ തന്നെപ്പറ്റി ഇങ്ങനെയൊരു അപവാദം നാട് മുഴുവനും പരക്കുന്നത് അത്ര ശരിയല്ല, അത് മാറ്റണം എന്ന് കരുതിയിട്ട് കൃഷ്ണൻ കുറച്ച് ഭടന്മാരുമൊക്കെ ഒരുമിച്ച് പ്രസേനൻ മരിച്ചു കിടന്ന ആ ഭാഗത്തേക്ക് പോയി. അങ്ങനെ അഘോരമായ വനത്തിനുള്ളിൽ പ്രസേനനും കുതിരയും ചത്തുകിടക്കുന്നത് കൃഷ്ണൻ കണ്ടു. അതിനടുത്ത് തന്നെ ഒരു സിംഹത്തിൻ്റെ കാൽപ്പാടുകളും കണ്ടു. അങ്ങനെ
ആ കാൽപ്പാടുകൾ നോക്കി നോക്കി മുമ്പോട്ട് ചെന്നപ്പോൾ ഒരു സിംഹം അവിടെ മരിച്ചു കിടക്കുന്നതായിട്ടും കാണപ്പെട്ടു. അതിൻ്റെ അടുത്ത് ഒരു വലിയ കുരങ്ങൻ്റെ കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ കൃഷ്ണന് മനസ്സിലാകുന്നു ഈ സിംഹത്തിനെ കൊന്നത് ആ വലിയ കുരങ്ങനാണെന്ന്. അങ്ങനെ ആ കാലടികൾ നോക്കി നോക്കി ചെന്നത് ഒരു ഗുഹയുടെ അടുത്താണ്. ഭഗവാൻ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി. അപ്പോൾ കൃഷ്ണൻ എന്താണ് അവിടെ കാണുന്നത്? ഒരു ബാലൻ ആ മണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നു. കൃഷ്ണൻ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ കുഞ്ഞ് പേടിച്ചു. ഒരു മനുഷ്യൻ, അതും ഇരുണ്ട നിറമുള്ള ഒരു മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വരുന്നു. ആ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞു. ജാംബവാൻ ആ ഗുഹയിൽ ഉണ്ടായിരുന്നു. ജാംബവാന് പ്രായമായി, അതുകൊണ്ട് തന്നെ കണ്ണിന് തീരെ കാഴ്ചയും കുറവാണ്. തൻ്റെ പുത്രൻ്റെ നിലവിളി കേട്ട് ജാംബവാൻ ദേഷ്യത്തോടു കൂടി ഓടി അടുത്തു വന്ന് ഭഗവാന്റെ കഴുത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ആരാണ് എന്നൊന്നും കാണത്തില്ല. ഒരു രൂപം അത്രമാത്രമേ ജാംബവാന് കാണാൻ സാധിക്കുന്നുള്ളൂ. ഭഗവാൻ എന്തു ചെയ്തു? ആ ഇടി തടഞ്ഞു. എന്നിട്ട് അങ്ങോട്ടൊരിടി ഭഗവാന് കൊടുത്തു. അങ്ങനെ രണ്ടു പേരും തമ്മിൽ മുഷ്ടിയുദ്ധമായി. ജാംബവാൻ ഈ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ രാമനാമം ജപിക്കുന്നുണ്ട്. രാമനാമം ജപിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് ജാംബവാൻ ഇങ്ങനെ പറയുകയാണ്: ശ്രീരാമചന്ദ്ര, സീതാപതി, രാമചന്ദ്ര, നിനക്കു വേണ്ടി ലങ്ക വരെ ചിറകട്ടാൻ മുന്നണിയിൽ നിന്ന ഈ ജാംബവാനെ ഒരു മനുഷ്യൻ കീഴ്പ്പെടുത്തുകയോ? രാമചന്ദ്ര, രഘുവംശ തിലകമേ, അവിടുത്തേക്കല്ലാതെ മറ്റാർക്കാണ് എന്നെ ജയിക്കുവാൻ സാധിക്കുക? അങ്ങ് കൽപ്പിച്ച വാക്കുകളല്ലേ അത്? അവിടുത്തേക്ക് മാത്രമേ എന്നെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയുള്ള എന്നോടാണോ ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ജാംബവാൻ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും നാമം ജപിച്ചുകൊണ്ട് ആ മർക്കട ശ്രേഷ്ഠൻ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചു. ഭഗവാന്റെ തിരുമാറിലാണ് മുഷ്ടിപ്രഹരങ്ങൾ നടത്തുന്നത്. ഭക്തവത്സലനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ഭക്തൻ്റെ ഓരോ ഇടിയും പുഷ്പാർച്ചന പോലെ ഭഗവാൻ ആനന്ദപൂർവം സ്വീകരിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം 28 ദിവസം നീണ്ടു നിന്നു. രാവും പകലും യുദ്ധമാണ്. 28 ദിവസം ജാംബവാനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിന്നു. ആ സമയം കൊണ്ട് ജാംബവാന്റെ ദേഹം തളർന്നു, മൊഹാലസ്യപ്പെട്ട് നിലത്തു വീണു എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ബോധം വീണ് ഉണർന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ജാംബവാൻ ഓർത്തെടുത്തു. ലോകൈകനാഥനായ വിഷ്ണു ഭഗവാനല്ലാതെ മറ്റാരും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് പിതാവായ ബ്രഹ്മദേവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീരാമചന്ദ്രനും എന്നോടിത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാൻ എന്നെ അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ജാംബവാൻ ഓർക്കുകയാണ്. ഇനി ഇദ്ദേഹം ആരാണ്? എൻ്റെ രാമചന്ദ്രനാണോ എന്നൊക്കെ ഈ ജാംബവാൻ ബോധം വീണപ്പോൾ ഓർക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഈ കണ്ണുകളിങ്ങനെ വലിച്ച് തുറന്നു. അപ്പോൾ ആരാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ചെടാമകുടം ചൂടി കോദണ്ഡധാരിയായി ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ ആ ഭക്തോത്തമന് തോന്നുകയാണ്. സീതാപദേ,
രാമചന്ദ്ര, എത്ര നാളായി നിന്തിരുവടിയെ ഒന്ന് കാണുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ കൃപാനിധിയായ കൃഷ്ണൻ ആ കബീന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശരീരം ആപാദചൂടം തടവിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു: ഭക്തോത്തമ, ഞാൻ അങ്ങയുടെ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ത്രേതായുഗത്തിലെ രഘുരാമനും ദ്വാപരയുഗത്തിലെ വസുദേവകൃഷ്ണനും ഒന്നു തന്നെയാണ്. പട്ടാഭിഷേക സമയത്ത് താൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുമെന്ന് രാമൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ളത് അങ്ങ് ഓർക്കുന്നില്ലേ? ഉടനെ നമസ്കരിച്ചുകൊണ്ട് ജാംബവാൻ ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, കാരുണ്യസിന്ധോ, ആളറിയാതെ അടിയൻ നിന്തിരുവടിയുടെ തിരുമേയിൽ എന്തെല്ലാം ദണ്ഡങ്ങൾ ചെയ്തു. ഇതോർക്കുമ്പോൾ എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. ഭഗവാനെ, അടിയനു മാപ്പ് നൽകണമേ. അപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു: കവിപ്രവര, ഭക്തനായ അങ്ങിടിച്ച ഓരോ ഇടിയും ഓരോ പുഷ്പാർച്ചന മാത്രമായിരുന്നു എനിക്ക്. അതുമൂലം എനിക്ക് ഒട്ടും വേദനിച്ചില്ല, മാത്രമല്ല ആനന്ദ പുളകമാണ് ഉണ്ടായത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ജാംബവാന്റെ ആ വൃദ്ധ ശരീരം ഒന്നുകൂടി തടവി ജാംബവാന്റെ ക്ഷീണം മുഴുവനും മാറ്റി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ബ്രഹ്മപുത്ര, ഞാനിവിടെ വന്നത് പ്രധാനമായും അങ്ങേക്ക് ദർശനം നൽകുന്നതിനാണ്. ഒരു യാദവനായ സത്രാജിത്തിൻ്റെ സ്യമന്തകം എന്ന മണിയാണ് ആ ദർശനത്തിന് ഇപ്പോൾ കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങയുടെ കുമാരൻ്റെ കയ്യിലിരിക്കുന്നത് ആ മണിയാണ്. അത് ഞാൻ അപഹരിച്ചു എന്നൊരു അപവാദം ആ യാദവൻ നാടു മുഴുവനും പറഞ്ഞു പരത്തിയിരിക്കുകയാണിപ്പോൾ. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് ആ മണി കണ്ടുപിടിച്ച് അവന് നൽകേണ്ടത് എൻ്റെ ചുമതലയായി തീർന്നിരിക്കുന്നു. അതിനും കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇത് കേട്ടപ്പോൾ ജാംബവാൻ തൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്നും ആ മണി വാങ്ങി അകത്തേക്ക് പോയി. അതിനുശേഷം അല്പസമയത്തിനു ശേഷം ഒരു കയ്യിൽ സുന്ദരിയായ ഒരു കന്യകയും മറ്റേ കയ്യിൽ സ്യമന്തകരത്നവുമായി പുറത്തേക്ക് വന്നിട്ട് ജാംബവാൻ ഇങ്ങനെ ഉണർത്തിച്ചു: സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ കൃഷ്ണ, ഈ 2 രത്നങ്ങളും അങ്ങേക്കുള്ളതാണ്. അവിടുന്ന് ഇത് സ്വീകരിക്കണം. ഇവൾ എൻ്റെ പുത്രിയായ ജാംബവതിയാണ്. അങ്ങയുടെ പത്നിയാകുവാൻ വേണ്ടി ഇവൾ ഇവിടെ തപസ്സനുഷ്ഠിച്ചു വാഴുവാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അടിയൻ അവിടുത്തോട് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തമായി അടിയൻ്റെ മകളെ ഞാനിതാ ദാനം ചെയ്യുന്നു. അവിടുന്ന് ദയവായി എൻ്റെ മകളെ സ്വീകരിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ ജാംബവാനെ സമാധാനപ്പെടുത്തി: വാനരേശ്വര, അങ്ങ് വിഷമിക്കേണ്ട. അങ്ങയുടെ പുത്രി ജാംബവതി എൻ്റെ പത്നിയാകുവാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവളാണ്. അവളെ സ്വീകരിക്കുവാൻ ഒരു സന്ദർഭം ഇപ്പോൾ ഉണ്ടായി എന്ന് മാത്രം. ഇത് കേട്ടപ്പോൾ ജാംബവാൻ വീണ്ടും തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു: കൃഷ്ണ, വസുദേവ, വിഷ്ണു ഭഗവാന്റെ ദശാവതാരവും കാണാതെ അടിയൻ്റെ ലോകജീവിതം അവസാനിക്കുകയില്ല എന്ന് അടിയനൊരു വരമുണ്ട്. 9 അവതാരങ്ങളും അടിയൻ കണ്ടുകഴിഞ്ഞു. അവതാരങ്ങളിൽ ശ്രേഷ്ഠം കൃഷ്ണാവതാരമാണ്. ആ കൃഷ്ണ പരമാത്മാവിന് അടിയൻ്റെ പുത്രിയെ ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം എന്തു ഭാഗ്യമാണ് അടിയന് വേണ്ടത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജാംബവാൻ വീണ്ടും വീണ്ടും ഭഗവാനെ നമസ്കരിച്ചു. സായൂജ്യമടയുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ജാംബവാനെ സന്തോഷിപ്പിച്ചതിനു ശേഷം
അംബുജാക്ഷൻ രത്നത്തെയും ജാമ്പവതിയെയും സ്വീകരിച്ചുകൊണ്ട് ഗുഹയുടെ പുറത്തു വന്നപ്പോൾ തൻ്റെ അനുയായികളെ ആരെയും അവിടെ കണ്ടില്ല. ജാമ്പവതിയും ഒരുമിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ ഗരുഡാരൂഢനായി ദ്വാരകയെ പ്രാപിച്ചു. കൃഷ്ണനോട് കൂടിപ്പോയ യാദവ ഭടന്മാർ 12 ദിവസം ഗുഹയ്ക്കു പുറത്ത് കാവൽ നിന്നു. ഒടുവിൽ തങ്ങളുടെ നാഥനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ വലിയ മനോവേദനയോടുകൂടി അവർ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. കാരണം 28 ദിവസം ഇവിടെ യുദ്ധം നടക്കുകയാണ്. 12 ദിവസം അവരവിടെ കാത്തുനിന്നു, വന്നില്ല പുറത്തേക്ക്. എന്നിട്ട് ഇവർ ദ്വാരകയിൽ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, കൃഷ്ണൻ മരിച്ചുപോയി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് അതാ വരുന്നു ജാമ്പവതി സമേതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ, കൂട്ടത്തിൽ സ്യമന്തകമണിയും. ഭോജന്മാരും അന്ധകന്മാരും വൃഷ്ണികളും ഉൾപ്പെടെ യാദവന്മാരിൽ പ്രമാണികളെയും പ്രത്യേകിച്ച് സത്രാജിത്തിനെയും ഭഗവാൻ വിളിച്ചു വരുത്തി. ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവൻ, ബലരാമൻ മുതലായവരുടെ സാന്നിധ്യത്തിൽ ഒരു സഭ കൂടി. ആ സഭാമണ്ഡപത്തിൽ വെച്ച്, ആ സഭയുടെ മധ്യത്തിൽ വെച്ച് കൃഷ്ണൻ സ്യമന്തകം നഷ്ടപ്പെട്ട കഥയും വീണ്ടെടുത്ത കഥയുമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാൻ പറഞ്ഞ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സത്രാജിത്തിനെ കുറ്റപ്പെടുത്തി. അങ്ങനെയാണല്ലോ മനുഷ്യർ, ഒന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ. ആ സമയത്ത് അവരെല്ലാവരും കൃഷ്ണനെ പഴിച്ചു. ഇപ്പോൾ തിരിച്ചു പറയുന്നു. ഇപ്പോഴും ഇതുതന്നെയാണ് ഈ ലോകത്തും സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണൻ സത്രാജിത്തിനെ അടുത്തു വിളിച്ചു നിർത്തി സ്യമന്തകമണി സത്രാജിത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സത്രാജിത്തിന് മണി തിരിച്ചു കിട്ടി. എങ്കിലും താൻ ഭഗവാനെപ്പറ്റി അപവാദം പറഞ്ഞല്ലോ എന്നോർത്ത് സത്രാജിത്തിന് വലിയ വിഷമമായി. അങ്ങനെ വിഷമിച്ചാണ് ഈ മണിയും കൊണ്ട് സത്രാജിത്ത് തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. താൻ കൃഷ്ണനോട് ചെയ്തു പോയ അപരാധത്തിന് എന്തു പ്രതിവിധി ചെയ്യണം എന്നോർത്ത് സത്രാജിത്ത് വിഷമിച്ചു. അങ്ങനെ ഈ കാര്യം ചിന്തിച്ച് സത്രാജിത്ത് കുറച്ചു കാലം കഴിച്ചുകൂട്ടി. മനസ്സിനു പക്ഷേ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഒടുവിൽ അയാൾ ഒരു കാര്യം തീരുമാനിക്കുന്നു. തൻ്റെ ഏകപുത്രിയും സുന്ദരിയുമായ സത്യഭാമയെ സ്യമന്തകമണിയോടൊപ്പം ഭഗവാന് കൊടുക്കുക. സത്യഭാമയെ കൊടുക്കുക, കൂട്ടത്തിൽ സ്യമന്തകവും കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ പോംവഴി എന്ന് സത്രാജിത്ത് തീരുമാനിക്കുന്നു. സത്യഭാമ അതീവ സുന്ദരിയാണ്. സത്യഭാമയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ധാരാളം രാജാക്കന്മാരുണ്ട്. പക്ഷേ തൻ്റെ സുന്ദരിയായ പുത്രി സത്യഭാമയെ ഇവർക്കാർക്കും തന്നെ കൊടുക്കുവാൻ സത്രാജിത്ത് ഇഷ്ടപ്പെട്ടില്ല. ശതധ്വന്വാവ് എന്നൊരു കീർത്തിമാനായ നേതാവിന് അവളെ വേളി കഴിപ്പിച്ചു കൊടുക്കാമെന്ന് അയാൾ വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ സത്യഭാമയുടെ വിവാഹം ഒരുവിധം ഉറച്ച മട്ടായിരുന്നു. ആ സമയത്താണ് ആ വാക്ക് ലംഘിച്ചുകൊണ്ട് കൃഷ്ണനു തന്നെ മകളെ വേളി കഴിപ്പിച്ചു കൊടുക്കാമെന്ന് സത്രാജിത്ത് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് തൻ്റെ പുത്രിയോടും സ്യമന്തകമണിയോടും കൂടി സത്രാജിത്ത് ദ്വാരകയിൽ എത്തുകയാണ്. ഒരു നിറഞ്ഞ സദസ്സിൽ വെച്ച് മകളെയും സ്യമന്തകമണിയെയും കൃഷ്ണന് കൊടുത്തു. സന്തോഷത്തോടു കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു. പക്ഷേ സ്യമന്തകമണി അദ്ദേഹം സ്വീകരിച്ചില്ല. അത് സന്തോഷത്തോടു കൂടി തന്നെ സത്രാജിത്തിന് തിരിച്ചു നൽകി. എന്നിട്ട്
ഇങ്ങനെ അരുളി ചെയ്തു: അങ്ങയുടെ പുത്രി എൻ്റെ പത്നിയായ സ്ഥിതിക്ക് നാം തമ്മിൽ മിത്രങ്ങളാണ്. യാതൊരു വിരോധമോ പരിഭവമോ എനിക്ക് അങ്ങയോട് ഇല്ല. സന്തോഷത്തോടു കൂടി അങ്ങ് പൊയ്ക്കൊള്ളുക, ഈ മണിയെയും കൊണ്ടുപോയിക്കൊള്ളുക. എന്നിട്ട് പരമമായ ആനന്ദത്തോടു കൂടി അങ്ങ് സ്വഗൃഹത്തിൽ സുഖമായി ജീവിക്കുക. മകളെ കാണുവാൻ ആഗ്രഹം തോന്നുമ്പോൾ അങ്ങ് ഇങ്ങോട്ട് വന്നുകൊള്ളുക. ഇങ്ങനെ ഹൃദ്യമായ വിധം ലോഹ്യവർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ സത്രാജിത്തിനെ യാത്രയയച്ചു. അങ്ങനെ ജാംബവതിയുടെയും സത്യഭാമയുടെയും വിവാഹം ആഡംബരപൂർവം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ദ്വാരകയിൽ ആരംഭിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ അനവധി രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും ബന്ധുജനങ്ങളുടെയും സന്നിധിയിൽ വെച്ച് കൃഷ്ണൻ ജാംബവതിയെയും സത്യഭാമയെയും വിധിപ്രകാരം വേളി കഴിച്ചു. ജാംബവതി, സത്യഭാമ എന്നീ പുണ്യവനിതകളെ തൻ്റെ പത്നിമാരായി സ്വീകരിക്കുക എന്നുള്ള രഹസ്യമായ ഉദ്ദേശമായിരുന്നു ഭഗവാനെ മുഖ്യമായും സ്യമന്തകമണിയുടെ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. അന്ന് കൃഷ്ണന് 27 വയസ്സ് പ്രായമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമിയെയും ജാംബവതിയെയും വിവാഹം കഴിക്കുമ്പോൾ ഭഗവാന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? 27. ഭഗവാൻ രുക്മിണീദേവിയെ വിവാഹം കഴിച്ചപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? 24. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? അടുത്ത ദിവസം നമുക്ക് സത്രാജിത്തിൻ്റെ വധവും സ്യമന്തകമണിയുടെ മോഷണവും പഠിക്കാം. ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ ഓരോ ഹൈന്ദവ വിശ്വാസിയും ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കഥ മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഏകാദശി വരുന്നു, എല്ലാവരും ഏകാദശി എടുത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.